രാജ്യത്ത് അതിവേഗം വളരുന്ന വന്ധ്യതാ ചികിത്സാ മേഖലയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന നടപടിയുമായി ദേശീയ വനിതാ കമ്മീഷൻ. IVF ക്ലിനിക്കുകൾ, അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി സെന്ററുകൾ, ഗാമേറ്റ് ബാങ്കുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കാൻ കമ്മീഷൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചു. സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനാണ് വനിതാ കമ്മീഷന്റെ ലക്ഷ്യം. രാജ്യത്ത് വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഈ മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കൊപ്പം അശാസ്ത്രീയമായ ചികിത്സാ രീതികളും വൻ സാമ്പത്തിക ചൂഷണങ്ങളും വ്യാപകമാകുന്നതായി ആക്ഷേപമുണ്ട്. പല ക്ലിനിക്കുകളും മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി ദേശീയ വനിതാ കമ്മീഷൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയത്. നിലവിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും എത്രത്തോളം ഫലപ്രദമാണെന്ന് പരിശോധിക്കുകയാണ് പുതുതായി രൂപീകരിച്ച ഉന്നതതല വിദഗ്ധ സമിതിയുടെ പ്രധാന ചുമതല. ഈ മേഖലയിലെ സുതാര്യത ഉറപ്പാക്കുവാനും രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ആവശ്യമായ പുതിയ ശുപാർശകൾ സമിതി സർക്കാരിന് സമർപ്പിക്കും. നിയമലംഘനങ്ങൾ നടത്തുന്ന ക്ലിനിക്കുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാനും സമിതി നിർദ്ദേശിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ വൈകാരിക അവസ്ഥയെ ചൂഷണം ചെയ്ത് വൻ തുക ഈടാക്കുന്ന പ്രവണതയും ചികിത്സയ്ക്കിടെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന മരുന്നുകളുടെ അമിത ഉപയോഗവും തടയേണ്ടതുണ്ട്. ഗാമേറ്റ് ബാങ്കുകളുടെയും ഭ്രൂണ കൈമാറ്റ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിയമവിധേയമാക്കണം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ രാജ്യത്തെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നിയന്ത്രണങ്ങളും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനം, ഡൽഹി.